ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ മെഗാ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗർ ഓഫീസിലേക്ക് പോവാൻ നിൽക്കുകയാണ്. കൃപപ്പ പറയുന്നുണ്ട്, അച്ഛൻ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? പോകുന്നില്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ഏട്ടനെയും കണ്ടിട്ട് വരാമായിരുന്നു എന്ന് കൃപ അങ്ങനെ പറയാണ്. സാഗറപ്പ പറയുന്നുണ്ട്, ഇത് നേരത്തെ പറയായിരുന്നില്ലേ മോളെ, നോക്കട്ടെ നമുക്ക് പോവാമെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുജുവും ആൻറ്റിയമ്മയും വരുന്നുണ്ട്. സുജു എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ ഇനി ഓഫീസിലേക്ക് പോയാലും ഇവിടെ ജയമോഹനും മാനസിയും ഉണ്ടാവും, അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് സുജു അങ്ങനെ പറയുമ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട്, അതെന്താ സുജു നീ അങ്ങനെ പറഞ്ഞത്? ബോർഡ് മീറ്റിംഗിൽ ചേച്ചിയമ്മ ജയമോഹനെതിരെ അനുകൂലമായിട്ടൊരു തീരുമാനമെടുത്തു. ഇതിന്റെ കാരണം ചേച്ചിയമ്മ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്താ നീയും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു? എന്റെ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. ഇന്നുവരെ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ മാന്യമായി നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് നിങ്ങൾക്കൊക്കെ പറ്റിയത്? എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്നങ്ങനെ സാഗർ ചോദിക്കുമ്പോൾ സുജുവും ആന്റിയമ്മയും ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുകയാണ്. കൃപ പറയുന്നുണ്ട്, അച്ഛൻ പോയിക്കോ, അച്ഛൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ, വരല്ലോ അച്ഛൻ എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കേണ്ടത് എന്ന് കൃപ അങ്ങനെ പറയാണ്. സാഗറപ്പ പറയുന്നുണ്ട്, ചേച്ചിയമ്മേ രഹസ്യങ്ങൾക്ക് പുതിയ കൂട്ടായല്ലേ, എന്തായാലും നന്നായി, സാഗറിനെ തോൽപ്പിച്ചിട്ടാണെങ്കിലും കൂടെയുള്ളവരെ രക്ഷിക്കണ്ടേ എന്നും പറഞ്ഞ് സാഗറും കൃപയും അവിടെ നിന്നും പോവുകയാണ്. സുജു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ആന്റിയമ്മയോട് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ് ചേച്ചിയമ്മേ, എനിക്ക് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് തോന്നുകയാണെന്ന് പറയുമ്പോൾ ആന്റിയമ്മ സുജുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അരുത് സുജു, നീയിപ്പോ സാഗറിനോട് ഒന്നും പറയരുത്, നമുക്കിത് മനസ്സിൽ തന്നെ കൊണ്ട് നടക്കാം, നമ്മളെ അവൻ സംശയിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കരുത് എന്നും പറഞ്ഞ് ആന്റിയമ്മ അങ്ങനെ സുജുവിനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കൃഷും കൺമണിയും ശാന്തമ്മയും കൂടി വിനയമാഷിന്റെ വീട്ടിലേക്ക് വരികയാണ്. സുലോചനമ്മായി ആണെങ്കിൽ ഇവരെ കണ്ട് വിനയമാഷിന്റെ വീട്ടിനുള്ളിൽ കയറി ഒളിഞ്ഞു നിൽക്കുകയാണ്. കൺമണിയും കൃഷും വന്ന് വിനയമാഷിനോടാണെങ്കിൽ ശാന്തമ്മയുടെയും വിനയമാഷിന്റെയും കല്യാണത്തെക്കുറിച്ച് അങ്ങനെ ചോദിക്കുകയാണ്. വിനയമാഷാണെങ്കിൽ ആകെ പേടിച്ചു വരച്ചുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. സുലോചനമ്മായും ശാന്തമ്മായും ഒരേ സമയം അവിടെ അങ്ങനെ ഉള്ളത് കൊണ്ട് വിനയമാഷ് ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. ശാന്തമ്മായി ആണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ കല്യാണത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് വിനയമാഷിനോട് അങ്ങനെ പറയുന്നുണ്ട്. വിനയമാഷ് അപ്പൊ പറയുകയാണ്, ഇപ്പൊ കല്യാണത്തെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റിയ അവസ്ഥയല്ല എനിക്ക്, വയറിന് എന്തോ ഒരു സുഖമില്ല എന്ന് പറയുമ്പോൾ ശാന്തമ്മായി പറയുന്നുണ്ട്, വിനയേട്ടന് വയറിന് സുഖമില്ലെങ്കിൽ ഞാന് ഇപ്പൊ തന്നെ വെള്ളം ചൂടാക്കി തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. എന്നാൽ വിനയമാഷ് പോയി, അയ്യോ ഇപ്പൊ അകത്തേക്ക് പോവണ്ട, ഇങ്ങനെ വെയ്യാതിരിക്കുന്ന സമയത്ത് കല്യാണത്തെ കുറിച്ചൊന്നും സംസാരിക്കരുത്, അങ്ങനെ പാടില്ല എന്ന് പറയാണ്. എന്നാൽ ശാന്തമ്മായി വിട്ടുകൊടുക്കാതെ തന്നെ വിനയമാഷിനോട് പറയുന്നുണ്ട്, അതിലൊന്നും ഒരു കാര്യമില്ല, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാൻ നിൽക്കുന്നതും സുലോചനമ്മായി പുറത്തേക്ക് വരികയാണ്. എന്തു പറ്റി വിനയേട്ട, എന്റെ വിനയേട്ടന് എന്തു പറ്റി? ഞാൻ വെള്ളം ചൂടാക്കി തരാമെന്ന് സുലോചന അങ്ങനെ പറയാണ്. അങ്ങനെ വിനയമാഷിന്റെ ഇടവും വലവും ശാന്തമ്മായും സുലോചനമ്മായും നിന്നുകൊണ്ട് വിനയേട്ടന് ഞാനുണ്ട് എന്നങ്ങനെ രണ്ടുപേരും പറയുകയാണ്. അങ്ങനെ വിനയൻ മാഷിന് വേണ്ടി അവര് രണ്ടുപേരും പിടിയും വലിയും ഉണ്ടാക്കുന്നുണ്ട്. കൺമണിയപ്പോ വിനയൻ മാഷിനോട് പറയുന്നുണ്ട്, വിനയൻ മാഷിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് എന്റെ അമ്മായിമാരാണ്, അവരെ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് വിനയൻ മാഷിന് ഇവരിൽ ആരെയാണ് ഇഷ്ടം ഇതൊന്ന് പറ എന്ന് കൺമണി അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോ കൃഷി വന്ന് വിനയൻ മാഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതവിടെ നിൽക്കട്ടെ, കൺമണിയുടെ റൂമിൽ അലികയിലെ ഫയൽ കൊടുന്നു വെക്കാൻ ശാന്തമ്മായിയെ എന്തിനാണ് വിനയൻ സാർ ഏൽപ്പിച്ചത്? അത് വിനയൻ സാറിന്റെ കയ്യിൽ ആരാണ് തന്നതെന്നൊക്കെ കൃഷി അങ്ങനെ ചോദിക്കുകയാണ്. വിനയമാഷ് സത്യം പറയാൻ തയ്യാറാവാത്തതോടെ കൃഷി വിനയമാഷിന്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് തല്ലി ചതക്കിയാണ്. ഒടുവിൽ വിനയമാഷ് സത്യം പറയുന്നുണ്ട്, വരുൺ സാറ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്നും വരുണാണ് എന്നെ ഈ വീട്ടിൽ കൊടുന്ന് താമസിപ്പിച്ചതെന്നും അത് വരുണും കൺമണിയും തമ്മിലുള്ള കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണെന്നൊക്കെ വിനയമാഷ് സത്യങ്ങൾ അങ്ങനെ കൃഷിനോടും കൺമണിയോടൊക്കെ പറയാണ്. അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞതിനു ശേഷം കൃഷിയും കൺമണിയും വിനയമാഷിനെ വരുണിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വരുണാണെങ്കിൽ ജോത്സ്യനെ വെച്ച് ഇപ്പൊ തന്റെ സമയം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ജോത്സ്യനെ ഇപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊ നല്ല സമയമാണ്, കൺമണി അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ്. അപ്പോഴേക്കും വരുണിന്റെ വീട്ടിലേക്ക് കൺമണി വരുന്നുണ്ട്. അത് വിശ്വസിക്കാനാവാതെ വരുണും വരുണിന്റെ കൂട്ടരും അങ്ങനെ നിൽക്കുകയാണ്. കൺമണി ആണെങ്കിൽ വളരെ റൊമാൻറ്റിക്കോടെ വരുണിനോട് സംസാരിക്കുന്നുണ്ട്, ഇനി മുതൽ ഞാൻ വരുണിന്റെ കൂടെ ഇവിടെ ഉണ്ടാവും, കൃഷ് സാറിനെ ഞാൻ ഉപേക്ഷിച്ചു, വരുണിനെ കല്യാണം കഴിച്ച് ജീവിക്കാനാണ് എനിക്കിഷ്ടമെന്നൊക്കെ കൺമണി അങ്ങനെ തട്ടിവിടുകയാണ്.
നിൽക്കുകയാണ്. അങ്ങനെ വരുണും കൺമണിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷ് കാറിൽ വരുന്നത്. കൃഷിനോട് നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വരുൺ അങ്ങനെ ചോദിക്കുമ്പോൾ കൃഷ് പറയുന്നുണ്ട്, ഞാൻ കൺമണിയെ വരുണിനെ ഏൽപ്പിക്കാനായിട്ട് വന്നതാണ്. കൺമണിക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അച്ഛനോ അമ്മയോ ആരും തന്നെ ഇല്ല, അനാഥയല്ലേ. അപ്പൊ പിന്നെ എന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. കൺമണിക്ക് വരുണിനെ കല്യാണം കഴിച്ച് ഇനിയുള്ള ജീവിതം ജീവിക്കാനാണ് ഇഷ്ടം. അപ്പൊ പിന്നെ അത് തന്നെ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതുകൊണ്ട് കൺമണിയെ വരുണിനെ ഏൽപ്പിക്കാനാണ് ഞാനിപ്പോ വന്നതെന്ന് കൃഷ് അങ്ങനെ വരുണിനോട് പറയുന്നതും വരുണിന് ഒരുപാട് സന്തോഷാവുകയാണ്. വീണ്ടും കൃഷ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാൻ കാറിലാണ് എന്നും പറഞ്ഞ് കൃഷ് കാറിന്റെ അടുത്തേക്ക് പോയി വിനയമാഷിനെ കാറിൽ നിന്ന് ഇറക്കി കൊണ്ടുവരികയാണ്. വിനയമാഷിനെ കണ്ട് വരുണും വരുണിന്റെ കൂട്ടരും ആകെ ഞെട്ടിവിറച്ച് അങ്ങനെ നിൽക്കുകയാണ്. കൺമണി എന്നിട്ട് വരുണിനോട് പറയുന്നുണ്ട്, വരുണിന് ആളെ മനസ്സിലായോ? എന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വിനയമാഷ് വരുൺ ഏർപ്പാടാക്കിയ ആളല്ലേ ഇത് എന്നൊക്കെ കൺമണി അങ്ങനെ പറയാണ്. കൃഷ് അപ്പോ വിനയമാഷിനോട് ബാക്കി മാഷ് തന്നെ വരുണിന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയാണ്. വിനയമാഷാണെങ്കിൽ ആകെ അവശനായി കൊണ്ട് വരുണിനോട് പറയുന്നുണ്ട്, വരുൺ മുതലാളി ഇവരെല്ലാം അറിഞ്ഞു, ഇവരെന്നെ പിടിച്ചോ, എന്നെ തല്ലിച്ചതച്ചോ, സത്യങ്ങളെല്ലാം ഇവരറിഞ്ഞു എന്ന് വിനയമാഷ് അങ്ങനെ പറയുമ്പോൾ പിടിച്ചു നിൽക്കാൻ വരുൺ പറയുന്നുണ്ട്. വീട്ടിൽ കയറി വന്ന് വെറുതെ തോന്നിവാസം കാണിക്കരുതെന്ന് വരുൺ അങ്ങനെ പറയുമ്പോൾ കൃഷ് വരുണിന്റെ ചെകിടത്ത് പിടിച്ചടിക്കുകയാണ്. കണ്ട് പേടിച്ചുകൊണ്ട് വരുണിന്റെ കൂടെയുള്ളവർ ഓടി രക്ഷപ്പെടുകയാണ്. വരുൺ പോകാൻ നിൽക്കുന്നതും കൃഷ് വരുണിനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. പിന്നീട് അങ്ങനെ കൺമണിയും കൃഷും മാറി മാറി വരുണിനെ തല്ലിച്ചതക്കുകയാണ്. കൃഷ് എന്നിട്ട് വരുണിനോട് പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും കൃഷും കൺമണിയും വേർപിരിയില്ല, നീ മനസ്സിലാക്കിക്കോ. ഇതെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിച്ചത് ആരാണെന്ന് അങ്ങനെ ചോദിക്കുകയാണ്. വരുൺ അപ്പോൾ ഇതെല്ലാം ചെയ്യിച്ചത് മാനസിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുണിനെയും വിളിച്ചുകൊണ്ട് കൃഷും കൺമണിയും മാനസിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഓഫീസിലെത്തിയ സാഗറും മഹിയും ദേവ്ജിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ദേവ്ജി ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട്, ഈ നിമിഷം വരെ 5 ഫിനാൻസുകാരാണ് നമ്മളെ വിളിച്ചത്, അവർക്ക് ഇപ്പൊ തന്നെ സെറ്റിൽമെന്റ് ചെയ്യണമെന്നും പറഞ്ഞു. നമ്മുടെ അലികയുടെ നഷ്ടം അവരെങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം എങ്ങനെയാണെന്ന് ദേവ്ജി അങ്ങനെ ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഇതിനെല്ലാം പിന്നിൽ ജയമോഹനും മാനസികമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും നമുക്ക് അവർക്കൊരു മെയിൽ അയച്ചു വിടാം, ബാക്കി അവര് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും സെറ്റിൽമെന്റ് നടത്താമെന്ന് സാഗർ അങ്ങനെ ദേവ്ജിയോട് പറയാണ്. പിന്നീട് കൃഷും കൺമണിയും കൂടി വരുണിനെ മാനസിയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. മാനസിയും ജയമോഹനും പുറത്തുനിന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹേമയാണെങ്കിൽ അവരോട് പോയി സംസാരിക്കുന്നുണ്ട്. ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങളിത് എന്തു ഭാവിച്ചാണ്? ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് സംസാരിക്കാൻ തന്നെ സമയമില്ല, നിങ്ങൾ നല്ല ഗൂഢാലോചനയിലാണ്. ഇതെല്ലാം എവിടെ ചെന്നെത്തുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഈ വിജയത്തിനൊടുവിൽ ഒരു തിരിച്ചടി നിങ്ങൾക്കുണ്ടാവുമെന്ന് ഹേമ അങ്ങനെ മാനസിയെയും ജയമോഹനെയും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷും കൺമണിയും വരുന്നത്. ഇവരുടെ കൂടെ വരുണിനെ അങ്ങനെ കാണുന്നതും ജയമോഹനും മാനസിയും ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് സത്യങ്ങളെല്ലാം കൃഷും കൺമണിയും ഒന്നൊന്നായി മാനസിയോടും ജയമോഹനോടും എണ്ണി ചോദിക്കുകയാണ്. തിരിച്ചൊന്നും പറയാനാവാതെ മാനസിയും ജയമോഹനും എല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒടുവിൽ മാനസ പറയുന്നുണ്ട്, അച്ഛാ ഇവര് പറയുന്നത് എന്തിനാണ് നമ്മൾ കേട്ടു നിൽക്കേണ്ട ആവശ്യം? പോലീസിനെ വിളിക്കുകയെന്ന് പറയാണ്. എന്നാൽ കൃഷും കൺമണിയും ഒട്ടും തന്നെ പേടിയില്ല. പോലീസിനെയോ പട്ടാളത്തെയോ വിളിച്ചോ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറയാണ്. അങ്ങനെ കൃഷും കൺമണിയും ജയമോഹനെയും മാനസിയെയും നിർത്തി പൊരിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. കൺമണി മാനസിയോട് പറയുന്നുണ്ട്, നീ എന്താ മനസ്സാ കരുതിയത്? വരുൺ എന്നെ രക്ഷിക്കുന്നത് മുതൽ ഞാൻ വരുണിനെ ആരാധിക്കുമെന്നോ? നീയും എന്റെ കുടുംബത്ത് കയറി കളിച്ചാൽ നിന്റെ മുഖത്ത് എന്റെ കൈ വീഴും, അതെനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല എന്നങ്ങനെ കൺമണി പറയാണ്. എന്നിട്ട് ഹേമയോട് കൺമണി പറയുന്നുണ്ട്, എന്റെ പറ്റുന്ന സമയം കൊണ്ട് മാനസിയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, നീയും ഇഷ്ടപ്പെടുന്ന രണ്ടുപേരെ ഇങ്ങനെ വേർപിരിക്കാൻ നോക്കരുതെന്ന്. ഇങ്ങനെ ഇവളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഇവളുടെ അച്ഛനില്ലേ, അതാണ് നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അതോ തന്നെയാണ് എന്നെല്ലാം കൺമണി അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കൃഷും കൺമണിയും കൂടി മാനസയെ പറ്റാവുന്നതിലധികം നാണം കെടുത്തിക്കൊണ്ട് ഇനിയെങ്കിലും നന്നാവു മാനസ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷും കൺമണിയും അവിടെ നിന്നും പോവുകയാണ്. ഇതെല്ലാം കേട്ട് സഹിക്കാനാവാതെ ഹേമയും ജയമോഹനെയും മാനസ
മാനസയെയും ചീത്ത പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം സുലോചനമ്മയും ശാന്തമ്മയും കൂടി പിണങ്ങിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒടുവിൽ ശാന്തമ്മായി തന്നെ സുലോചനമ്മയോട് പോയി സോറി എല്ലാം പറഞ്ഞ് അവരുടെ പിണക്കൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ധനലക്ഷ്മി കൂടി വരികയാണ്. ധനലക്ഷ്മി പറയുന്നുണ്ട്, എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നത്? ഒരു കുടുംബത്തിന് നാണക്കേടുണ്ടായാൽ അത് എന്നെ കൂടിയാണ് ബാധിക്കുന്നത്, അത് നിങ്ങൾ ഓർത്തോളണം എന്ന് പറയാണ്. എന്നാൽ ധനലക്ഷ്മിയോട് അമ്മായിമാരങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളെല്ലാം അങ്ങനെ സോൾവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജയ്മോഹൻ ആണെങ്കിൽ വരുണിനെ ചീത്ത പറയുകയാണ്. എടാ വരുണെ, നിന്നെ കൂടെ കൂട്ടിയപ്പോൾ കുറച്ച് സെൻസ് ഉണ്ടാവുമെന്നാണ് കരുതിയത്, പക്ഷെ തെറ്റിപ്പോയി, താൻ ഇങ്ങനെയായി പോയല്ലോ എന്നൊക്കെ ജയ്മോഹൻ അങ്ങനെ ചോദിക്കുകയാണ്. വരുണപ്പ പറയുന്നുണ്ട്, നിങ്ങൾക്കാർക്കും കൃഷിന്റെ തല്ല് കിട്ടിയിട്ടില്ലല്ലോ, അവൻ എന്നെ തല്ലി ചതച്ച് ഇഞ്ചം പരുവമാണ് ആക്കിയത്, പിന്നെ ഞാൻ സത്യങ്ങൾ പറയാതെ എന്ത് ചെയ്യാനാണെന്നൊക്കെ വരുൺ അങ്ങനെ പറയാണ്. അപ്പോഴേക്കും വീണ്ടും ഹേമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹേമ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ? ഈ വരുണിനെ കൂടി വിളിച്ചിട്ട് വന്നു എന്ന് പറയാണ്. ഹേമ എന്നിട്ട് ജയ്മോഹനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ? 2 കൊച്ചു പിള്ളേരാണ് വന്ന് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോയത്, എന്തൊക്കെയാണ് നിങ്ങളെ പറഞ്ഞിട്ട് പോയത്? നിങ്ങൾക്ക് 2 പേർക്കും എന്താ ഭ്രാന്തുണ്ടോ? അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെയും കൊണ്ടല്ലേ അവൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്? ഇത് തമ്മിലുള്ള ഇഷ്ടത്തിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നതുമാണ്. ഇനിയും എന്തിനാണ് ജയ്മോഹൻ വെറുതെ മാനസിയെ അവന്റെ പിന്നാലെ അഴിച്ചുവിടാൻ നിൽക്കുന്നത്? പെൺകുട്ടികൾ പ്രായപൂർത്തിയായാൽ കെട്ടിച്ചു വിടണം, അതിനുള്ള മാർഗം നോക്കാതെ നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? അവളുടെ 2 പേരുടെയും കാര്യത്തിൽ എനിക്കിപ്പോ നല്ല പേടിയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. നിങ്ങളായി നിങ്ങളുടെ പാടായി, എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഹേമ അങ്ങനെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. മാനസിയാണെങ്കിൽ ജയ്മോഹനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അച്ഛൻ എന്താണ് അമ്മ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? പുറത്തുള്ള ശത്രുക്കളെ എങ്ങനെയെങ്കിലും ഒതുക്കാം, നമ്മുടെ വീട്ടിൽ തന്നെയാണ് ശത്രു, പിന്നെ എന്താണ് നമ്മൾ ചെയ്യാന്ന് മാനസ് അങ്ങനെ ചോദിക്കുമ്പോൾ മോഹൻ പറയുന്നുണ്ട്, നീയൊന്നും മിണ്ടാതിരിക്കും മോളെ, ഇതിനകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവൾ നമ്മളെ ചോദ്യം ചെയ്യില്ലേ, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. പിന്നീട് വരുണിനെ അവിടെ നിന്നും നൈസായി ജയ്മോഹൻ ഒഴിവാക്കുന്നുണ്ട്. വരുണാണെങ്കിൽ പറയുന്നുണ്ട്, എന്താണ് അങ്കിളെ എന്നെ ഒഴിവാക്കുന്നത് പോലെ സംസാരിക്കുന്നത്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ, അതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഒരു താക്കീത് കൊടുത്തുകൊണ്ട് വരുൺ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് മാനസ ജയ്മോഹനോട് പറയുന്നുണ്ട്, അച്ഛ ഇതിന് നമുക്ക് പകരം വീട്ടണം, തൽക്കാലം അച്ഛൻ ഇപ്പോൾ അത് മാത്രം ആലോചിച്ചാൽ മതി എന്നങ്ങനെ മാനസ പറയുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ മെഗാ എപ്പിസോഡ് അവസാനിക്കുന്നത്.